ഹായ് ഗേൾസ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. ഞാൻ പറയുന്ന കേൾക്കുമെന്ന് എനിക്ക് അറിയാൻ വയ്യ. അപ്പം എന്തായാലും ഇന്ന് ഒരു മോർണിംഗ് റുട്ടീൻ അല്ല, ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം. ഡേ ഇൻ മൈ ലൈഫ് എത്രത്തോളം കംപ്ലീറ്റ് ചെയ്യും, ഇന്ന് എത്രത്തോളം വീഡിയോ കവർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ലെങ്ത് കൂടുതലാണെങ്കിൽ ഞാൻ ഒരു ഹാഫ് ഡേയിൽ നിർത്തും. കാശി ബേബി എണീറ്റിട്ടുള്ള ഉറക്കമാണ്. സാധാരണ കാശി ബേബി എണീറ്റിട്ട് എന്നെ വിളിച്ച് എണീപ്പിക്കാറാണ് പതിവ്. ഇന്ന് ഞാൻ നേരത്തെ എണീറ്റു. കാര്യം എനിക്ക് കുറച്ച് സ്പെഷ്യലായിട്ടുള്ള എനിക്കൊരു ഗസ്റ്റ് വരാനുണ്ട്. സോ അതുകൊണ്ടിട്ട് ഞാൻ നേരത്തെ എണീറ്റു. ഗസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 31st എനിക്ക് പ്രസവരക്ഷ ട്രീറ്റ്മെൻറ്റ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയിൽ. ഓർമ്മ ഉണ്ടോയെന്ന് അറിയത്തില്ല. എന്തായാലും ഇന്ന് എനിക്ക് പ്രസവരക്ഷയല്ല, പ്രീനേറ്റൽ കെയർ ആണ്. അതായത് നമുക്ക് ഡെലിവറിക്ക് മുന്നേ ഉള്ള ഒരു കെയർ. ഡോക്ടർ വന്നിട്ട് എക്സാമിൻ ചെയ്ത് എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് നോക്കുന്ന ഒരു ഡേ ആണ് കേട്ടോ ഇന്ന്. ഡെലിവറിക്ക് ശേഷമേ ഉള്ളൂ എൻ്റെ നോർമൽ പ്രസവരക്ഷ. ഞാൻ പ്രസവരക്ഷയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സഹ്യ ആയുർവേദയിലാണ് കേട്ടോ. കോഴിക്കോട് കൊയിലാണ്ടിയാണോ കൊണ്ടോട്ടിയാണോ, കൊയിലാണ്ടി അവിടെയാണ് പ്രസവരക്ഷ എന്ന് പറയുമ്പോൾ ഞാൻ ഫസ്റ്റ് കേൾക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്നേഹ വിജേഷിൻ്റെയൊക്കെ ആ ഒരു വീഡിയോ ഉണ്ടല്ലോ, അവരുടെ ആ ഒരു ടൈം ടിക്ടോക്കൊക്കെ ഉള്ള ടൈമിലാണ് ഞാൻ പ്രസവരക്ഷ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് എന്നറിയാം. അതിന് മുമ്പൊന്നും അറിയത്തില്ലായിരുന്നു. അന്നേരം കാണുന്ന ഒരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സഹ്യ ആയുർവേദമായിരുന്നു. വേറെ ഹോസ്പിറ്റലൊന്നും അന്നില്ലായിരുന്നു. അതിന് ശേഷമാണ് അവരുടെ ആ ഒരു പ്രസവരക്ഷയുടെ വീഡിയോസിൻ്റെയൊക്കെ ആ ഒരു ഇത് കഴിഞ്ഞപ്പോഴത്തേനാണ് പിന്നെ കുറേ ഹോസ്പിറ്റൽസൊക്കെ വന്നത്. അപ്പോൾ അന്ന് തൊട്ട് ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ഡെലിവറിക്ക് അവിടെ നോക്കണമെന്ന്. കാശി ബേബിൻ്റെ ടൈമിൽ നോക്കണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടുന്ന് അവിടെ വരെ പോകണ ആരും ടാസ്ക് ആയതുകൊണ്ടിട്ടായിരുന്നു വേണ്ടാന്ന് വെച്ചത്. പിന്നെ ഇപ്പോഴത്തെ ഡെലിവറിക്ക് വെച്ച് കഴിഞ്ഞാൽ ഗോകുൻ്റെ വീട് ഇപ്പം പട്ടാമ്പിയിലാണല്ലോ. അപ്പം ഞാനിപ്പോൾ പ്രസവരക്ഷയ്ക്ക് ബുക്ക് ചെയ്താലും അമ്മയ്ക്ക് വന്ന് നിൽക്കുകയൊക്കെ ചെയ്യാം എന്നൊക്കെ ഉള്ള ഇതുകൊണ്ടിട്ടാണ് ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള റീസണും ഉണ്ട് കേട്ടോ. ജീവൻ സൂര്യ എന്ന് പറഞ്ഞിട്ട് ഒരു കപ്പിൾസ് ഉണ്ട്, ഇൻസ്റ്റയിലുള്ളതാണ്. അപ്പം ചേച്ചീൻ്റെ പ്രസവരക്ഷ അവിടെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചേട്ടൻ ചോദിച്ചു, നീ എവിടെയാണ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു തീരുമാനിച്ചില്ല, ഇതൊന്നും ആയില്ല എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു ഇയാൾക്ക് ഞങ്ങൾ സൂര്യൻ എന്ന് പറഞ്ഞാൽ അവർ ട്രാൻസ് കപ്പിളാണ്. ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലേഡി ആയിരുന്നു, ഇപ്പം ട്രാൻസ്മെൻ്റായിട്ട് ട്രാൻസ്ഫോം ആയതാണ് കേട്ടോ. എന്നിട്ട് ഇപ്പം മാരേജ് ചെയ്തിരിക്കുന്ന ഒരു ലേഡീനെ തന്നെയാണ്. അവർക്കൊരു കുഞ്ഞുണ്ട്, നല്ലൊരു ക്യൂട്ട് ബേബിയാണ് കേട്ടോ. അവരിപ്പോൾ ബാംഗ്ലൂരാണുള്ളത്, അവരുടെ സ്ഥലം കോഴിക്കോടാണ്. അപ്പം ചേട്ടനാണ് ഇതാണൊക്കെ പറഞ്ഞത്. ഞാനൊരു നല്ല കമ്പനിയാണ്. ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയുടെ ടൈമിലായിരുന്നു ചേച്ചി പ്രഗ്നൻ്റ് ആവുന്ന ടൈമൊക്കെ. അതുകൊണ്ട് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ എന്നോട് പറഞ്ഞു അവിടെ ബുക്ക് ചെയ്യാൻ പറഞ്ഞു. അവരവിടെ ആയിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്, നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഡോക്ടറിൻ്റെ നമ്പർ തരികയും ഞാൻ വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡോക്ടർ വിളിച്ച് ആദ്യം സംസാരിച്ചു, പിന്നെ അവിടുത്തെ സ്റ്റാഫ് ഇടയ്ക്കിടയ്ക്ക് കോൺടാക്ട് ചെയ്യുമായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 4th month ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ബുക്ക് ചെയ്ത് വെച്ചേക്കായിരുന്നു. അപ്പോൾ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് പ്രസവത്തിന് മുന്നായിട്ടൊരു പ്രസവരക്ഷയുടെ ട്രീറ്റ്മെൻറ്റ് എടുക്കാമെന്ന്. ഞാൻ അന്നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗോകു നാട്ടിലില്ല, അതുകൊണ്ടിട്ട് എനിക്ക് വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രസവരക്ഷയ്ക്ക് അങ്ങോട്ട് ചെല്ലാമെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. പിന്നെ ചേഞ്ച് ചെയ്തു, ഞാൻ ഇങ്ങോട്ട് വരാമെന്ന് ചോദിച്ചപ്പോൾ അവർ ഓക്കെ പറഞ്ഞു, ഹോം കെയർ ചെയ്യാമെന്ന് പറഞ്ഞു. അവർ ഇന്നലെ അവിടെ നിന്ന് പുറപ്പെട്ടു. ഇന്നലെ രാത്രി 12 മണിയായപ്പോൾ അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. സോ അവരിപ്പം എത്തും, 10 മണിയൊക്കെ ആകുമ്പോഴത്തേനും എത്തും. അതിന് മുമ്പിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ എന്ന് വെച്ച് കാശി ബേബി എണീറ്റില്ല, പാല് കാച്ചാൻ വെച്ചു, ബ്രഷ് ചെയ്യണം. പിന്നെ എൻ്റെ വാഷ്റൂം ഒന്ന് ക്ലീൻ ചെയ്യും. ഞാൻ വാഷ്റൂം എപ്പോഴും ക്ലീൻ ചെയ്തിട്ടേക്കത്തുള്ളൂ. എന്നാലും ഒരാൾ വരുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് പിന്നെ കുറച്ചും കൂടെ ഒരു OCD പ്രോബ്ലം, അതൊന്ന് നീറ്റാക്കണം. പിന്നെ വേറെന്താ, ഈ ഉടുപ്പ് തന്നെ മതിയെന്ന് വിചാരിക്കുകയാണ്. കാര്യം നമ്മൾ പ്രസവരക്ഷ ചെയ്യുമ്പോൾ ചിലപ്പോൾ അവരുടെ ഡ്രസ്സായിരിക്കും കൊണ്ടുവരുന്നത്. വരുമ്പോഴത്തേനും ചേഞ്ച് ചെയ്യാം. ഇന്നലെ രാത്രി എടുത്തിട്ടുടുപ്പാണ്, മാറ്റാൻ വയ്യ, മടി, അതുകൊണ്ടിട്ടാണ്. പിന്നെ വേറെന്താ, അപ്പോൾ അവർ വരട്ടെ, വന്നിട്ട് ബാക്കി കാണിക്കാം. ഇല്ലാന്നുണ്ട് ലെങ്ത് ആവും. ഇപ്പോൾ തന്നെ 4 മിനിറ്റായി. ഞാൻ വെറുതെ സംസാരിച്ച് 4 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് പ്രസവരക്ഷയുടെ ട്രീറ്റ്മെൻറ്റൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എങ്ങനെയാണ് എന്നുള്ള രീതികളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ പറ്റത്തില്ല. നമുക്ക് ഒരു വീഡിയോയ്ക്കകത്ത് ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ കവർ ചെയ്യാമെന്ന് പറയുമ്പോൾ അതിനതിൻ്റേതായ പരിമിതികളൊക്കെ ഉണ്ട്. സോ എനിക്ക് പറ്റുന്നതൊക്കെ ഞാൻ കവർ ചെയ്യാം. ഒന്നാമത്തെ കാര്യം, എനിക്ക് വീഡിയോ എടുത്തു തരാൻ പ്രത്യേകിച്ച് ഒരാളില്ല, സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് എടുക്കാറുള്ളത്. അപ്പം ഡോക്ടറും തെറാപ്പിസ്റ്റും കൂടെയാണ് വരുന്നത്. എന്തായാലും അവരെത്തട്ടെ, ഞാൻ എക്സൈറ്റഡ് ആണ്.
കഴിച്ചേ ഇങ്ങനെ നമ്മുടെ കാച്ചിട്ട് എണീച്ച് ഞാൻ വാഷ്റൂമൊക്കെ തേച്ച് കഴിഞ്ഞു. അപ്പോഴത്തേക്ക് ഡ്രസ്സൊക്കെ നനഞ്ഞു. കുറച്ച് സ്കേർട്ടും ടോപ്പ് എടുത്തതാണ്. ഇതാകുമ്പോൾ കുറച്ച് സ്കേർട്ട് മുകളിലോട്ട് പൊക്കി വെച്ചാൽ മതിയല്ലോ. ഈ വീഡിയോ അഥവാ എടുക്കണമെങ്കിൽ അവർ എവിടെ എത്തിയെന്ന് അറിയാൻ വയ്യ. ഒന്ന് വിളിച്ചു നോക്കട്ടെ എവിടെ എത്തിയെന്ന്. കാണാം അല്ലേ? അമ്പലത്തിൽ ഉത്സവമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. നാളെയാണ് ഉത്സവത്തിൻ്റെ പ്രിപ്പറേഷനൊക്കെ നടത്തുന്നത്. പാല് കാച്ചി വെച്ചിട്ടുണ്ട്. തരാം. ബദാം കഴിക്കുക. ആരോ ചോദിച്ചു നട്ട്സൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ വീണിങ്ങില്ലേന്ന്. തുറന്ന് കാണിച്ചേ. കാണിച്ചേ. കണ്ട വേറെ കുഞ്ഞുങ്ങളുടെ കാര്യം എനിക്ക് അറിയാൻ വയ്യ. പുള്ളിക്കാരെല്ലാം ചവച്ചരച്ച് കഴിക്കും. ഉള്ളിൽ അണപ്പല്ല് വന്നതിന് ശേഷം ചവച്ചരച്ച് തന്നെയാണ് കഴിക്കുന്നത്. അങ്ങനെ ഞാൻ രാവിലെ തൊട്ട് വെയിറ്റ് ചെയ്ത് നിന്നിരുന്ന ആൾക്കാരെത്തിയിട്ടുണ്ട്. ഇതെൻ്റെ ബ്ലൂ കളർ ചുരിദാറാണ് കേട്ടോ. സജിന ഡോക്ടർ. ഞാൻ മാമിനെയാണ് ആദ്യം തന്നെ ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് അഞ്ജന ചേച്ചിയായിട്ട് നല്ല കമ്പനി. നമ്മൾ ഡോക്ടേഴ്സുമായിട്ട് കമ്പനി ആവുന്നതിനേക്കാളും കൂടുതലും നമ്മളെ തെറാപ്പി ചെയ്യുന്ന തെറാപ്പിസ്റ്റുമായിട്ടായിരിക്കും കൂടുതൽ കമ്പനി ആവുന്നത് കേട്ടോ. ഞാനതുപോലെയായിരുന്നു. എൻ്റെ ഫസ്റ്റ് ഡെലിവറിയുടെ ടൈമിലും ഡോക്ടറിനേക്കാളും കൂടുതൽ കമ്പനി ആയിട്ടുണ്ടായിരുന്നത് തെറാപ്പിസ്റ്റുമായിട്ടാണ്. കാര്യം നമ്മൾ കൂടുതൽ മിങ്കിൾ ചെയ്യുന്നത്, നമ്മുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതും തെറാപ്പിസ്റ്റുമാരായിരിക്കും. സോ അതുകൊണ്ടിട്ട് ചേച്ചി ഓരോ കാര്യങ്ങളെല്ലാം എടുത്തു വെച്ചിട്ട് ഞാൻ ചേച്ചിയോട് ചോദിക്കുന്നതിനെല്ലാം ചേച്ചി മറുപടി പറയുന്നുണ്ടായിരുന്നു. ഈ ഒരു ബെഡ് അവർ കൊണ്ടുവരുന്നതാണ് കേട്ടോ. അതിൻ്റെ അകത്ത് കിടത്തിയിട്ടാണ് നമ്മുടെ തെറാപ്പി കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. ഇതിനകത്തുള്ള എല്ലാ പ്രൊഡക്ട്സും അവരുടെ ഓൺ പ്രൊഡക്ട്സ് ആണ്. മോനുള്ളതുകൊണ്ടിട്ടേ താഴെ വെക്കുന്നതൊക്കെ എടുത്തെടുത്തെടുത്ത് ഞാൻ മുകളിലോട്ട് വെക്കും. ഇതിനൊന്നും കാണത്തില്ല. ഇതൊക്കെ ഓൺ പ്രൊഡക്ട്സ്. അതൊക്കെ നമ്മുടെ ഓൺ പ്രൊഡക്ട്സ്. അത് ഹെയർ ഓയിൽ നമുക്ക് മുടി വളരുന്നതിനും താരം ഇതെല്ലാം മാറാനും പിന്നെ മുടിക്ക് തിക്നെസ് വെക്കാനും എല്ലാം വേണ്ടിയിട്ടുള്ളതാണ്. പാക്കും അങ്ങനെ തന്നെ. ഇത് നമുക്കത് കുറച്ചൊരു കൂളിംഗ് എഫക്റ്റ് ഉണ്ടാവും ഇത് രണ്ടും. അപ്പോൾ നമ്മൾ അധികം സ്കാപ്പുലാൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ ചെയ്യില്ല. അപ്പം കൂളിംഗ് എഫക്റ്റ് കുറച്ചുള്ളതായതുകൊണ്ട് സ്കാപ്പുലാൻ്റെ ഉള്ളിലേക്ക് അധികം ചെന്ന് കഴിയുന്ന ടൈമിൽ ചിലപ്പോൾ എന്തെങ്കിലും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെ പ്രശ്നമൊന്നുമില്ല. നമ്മളത് നോക്കിയിട്ടാണ് ചെയ്യുള്ളൂ ആദ്യത്തെ 1-2 ദിവസം. അത് ബോഡി ഓയിൽ നമ്മൾ മസാജിന് വേണ്ടിയിട്ട് ബോഡിയിൽ ഉപയോഗിക്കും. ചേച്ചിക്ക് ചെരുപ്പ് വേണമെങ്കിൽ ഇട്ടോ. ഒരുവിധം എല്ലാ പ്രൊഡക്ട്സും ഞാൻ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്താണ് ഏതാണ് എന്നറിയാൻ വേണ്ടിയിട്ട്. അത് പിമ്പിൾ ക്രീമാണ്. അത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഫേസിൽ മോയ്സ്ചറൈസർ വെച്ചാൽ നമ്മളത് പിമ്പിൾ നമുക്ക് എങ്ങനെയാണ് ഒരു സ്കിന്ന് ടൈപ്പ് നമ്മൾ അറിയില്ല. ചില ആൾക്കാർക്ക് ഓയിൽ സ്കിന്നാകുമ്പോൾ കുറച്ച് ഓയിൽ ഇതാവുന്നേരം ചിലപ്പോൾ മുടി വരാനും. അപ്പം അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ധൂമവർക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സൈനസിലുള്ള ബുദ്ധിമുട്ടുകളില്ല, കഫക്കെട്ട് അങ്ങനത്തെ തലവേദന അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ നിയന്ത്രിക്കുന്നത് നല്ലതാണ്. പിന്നെ കേശധൂമനം നമ്മുടെ മുടീൻ്റെ ഉള്ളിൽ ഡെഡ് സെൽസ് കാര്യങ്ങൾ പിന്നെ മുടി ഉണക്കാൻ അറിയാലോ. ഇതാ നമ്മൾ ഓയിൽ, ഫേസ് ഓയിൽ, ക്യാരറ്റ് ഓയിൽ, ഇത് ഷാമ്പു. ഇതൊക്കെ നമ്മുടെ ഓൺ പ്രോഡക്റ്റ്. ലിപ്പാണ് മറ്റേത് അത് വെച്ച് പിടിക്കാം. ചെറിയ ചൂട് മതിയില്ല.
എന്നെക്കൊണ്ട് കാണിക്കാൻ പറ്റുന്ന ഭാഗങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തെറാപ്പി ചെയ്യുമ്പോൾ അതിന് അതിൻ്റേതായ പ്രൈവസിയും കാര്യങ്ങളും ഒക്കെ വേണം കേട്ടോ. ഫസ്റ്റ് എന്നാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ തന്നെ ഭൃംഗരാജ്, അതായത് നമ്മുടെ നീലിഭൃംഗാദിയൊക്കെ ചേർന്ന് വരുന്നിട്ട് ഒരു ഹെയർ ഓയിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അത് ഭയങ്കര റിലാക്സേഷൻ തരുന്നൊരു മസാജ് കൊടുത്തിട്ടാണ് കേട്ടോ ഈ ഒരു തെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഹെയറിന് വേണ്ടിയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ്. നമുക്ക് ഈ പ്രഗ്നൻസി ടൈമിലുണ്ടാകുന്ന മുടി കൊഴിച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഉറക്കക്കുറവിനും ഒക്കെ ഒരു പരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് ഈ ഹെയറിന് കൊടുക്കുന്ന, ഹെയറിനല്ല നമ്മുടെ തലയ്ക്ക് കൊടുക്കുന്ന ഈ ഒരു മസാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റിലാക്സേഷനാണ്. നമുക്കിപ്പം സ്വന്തമായിട്ട് ഇത് നമുക്ക് സ്വന്തമായിട്ട് മസാജ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. നല്ലൊരു ഹെയർ ഓയിൽ മേടിച്ച് അല്ലെങ്കിൽ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരാൾ ചെയ്ത് തരുമ്പോൾ അതിൻ്റേതായ ഒരു വ്യത്യാസം ഉണ്ടാവും. പിന്നെ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്ത ടൈമിൽ ഇൻസ്റ്റയിൽ ഒരു കുട്ടി ചോദിച്ചായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നും പറഞ്ഞുകൊണ്ടിട്ട്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഇപ്പോഴെന്നല്ല പണ്ട് കാലം മുതലേ നിലനിന്ന് വരുന്ന ഒരു ആചാരമല്ല, ഒരു ശരീര സംരക്ഷണ രീതികളാണ്. പക്ഷേ ഒരിട വന്നപ്പോഴത്തേനും എല്ലാവർക്കും ടൈം ഇല്ലാണ്ട് വന്നു, ചെയ്തു കൊടുക്കാൻ ആളില്ലാണ്ട് വന്നു. പണ്ടൊക്കെ മുത്തശ്ശിമാരൊക്കെ ഉള്ളപ്പം മുത്തശ്ശിമാരൊക്കെ ആയിരുന്നു ഇത് ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നത്. ഇത് ഡോക്ടേഴ്സോ അല്ലെങ്കിൽ തെറാപ്പിസ്റ്റോ ഒന്നും പറഞ്ഞെന്ന കാര്യമല്ല കേട്ടോ, ഞാൻ എൻ്റെ അനുഭവം വെച്ച് പറയുവാണ്. ഞങ്ങളുടെ അമ്മമ്മ പറയുന്നത് കേൾക്കാം. ഞാൻ ആദ്യത്തെ ഡെലിവറി കഴിഞ്ഞിട്ട് രണ്ടാമത്തെ അമ്മമ്മയുടെയൊക്കെ വീട്ടിൽ വെച്ചിട്ട് തന്നെയായിരുന്നു ഡെലിവറി ഉണ്ടായിരുന്നത്. ഇപ്പം നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ആയിട്ടുണ്ടല്ലോ. അതുപോലെ അവരുടെ കാര്യങ്ങളൊക്കെ ഓരോന്നിങ്ങനെ കേൾക്കുമ്പം അറിയാം ഇന്ന കാര്യങ്ങളൊക്കെ ഇന്ന ആൾക്കാരാണ് ചെയ്തത്. ഹോസ്പിറ്റലിലല്ല വീട്ടിൽ തന്നെ ഓരോന്നൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. സോ അതുകൊണ്ടിട്ട് പറഞ്ഞാണ് കേട്ടോ, ഇതൊക്കെ പണ്ടേ ഉള്ളതാണ്. പലർക്കും ഒരു ഡൗട്ടാണ് ഇതൊക്കെ ഇപ്പോഴും ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന്. ചെയ്യേണ്ട കാര്യമില്ലല്ലോ, നിർബന്ധമൊന്നുമില്ല. ഡെലിവറിക്ക് ശേഷം നമുക്ക് പ്രസവരക്ഷ ചെയ്താൽ മതി. പക്ഷേ ഇതൊക്കെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് കൊടുക്കാൻ പറ്റുന്ന ഒരു ഊർജ്ജം കൊടുക്കാൻ പറ്റുമല്ലോ. അത് ഞാൻ അനുഭവിക്കുന്നുണ്ട്. കാര്യം പ്രഗ്നൻസി ടൈമിലുണ്ടാകുന്ന എനിക്ക് നീരൊന്നുമില്ല, പക്ഷേ ഭയങ്കര ക്ഷീണവും ടയേർഡും ബാക്ക് പെയിനും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. വയറ് വലുതാവുന്നതനുസരിച്ച് നല്ല ബാക്ക് പെയിനൊക്കെ ഉണ്ട്. അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തു. ആദ്യത്തെ ഒരു 2 ദിവസം എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, പക്ഷേ വേറെ പ്രോബ്ലമോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു തരുന്നുണ്ട്, ഓരോന്ന് ചെയ്യുമ്പോഴും ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടാണ് നമുക്ക് ചെയ്തു തരുന്നത്. അത് നമുക്ക് നല്ലതാണ്. ഡെലിവറി കഴിഞ്ഞിട്ടായാലും നമ്മളൊരു 14 ദിവസം അല്ലെങ്കിൽ 21 ദിവസം 28 ദിവസം അങ്ങനെ ഒരു പാക്കേജ് ആയിരിക്കും എടുക്കുന്നത്. ഇവർക്ക് അങ്ങനെയാണ് കേട്ടോ പാക്കേജ് അവൈലബിൾ ആയിട്ടുള്ളത്. 14, 21 അതുപോലെ 28 അങ്ങനെയാണ് കേട്ടോ. പിന്നെ ഈ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫേസ് ഗ്ലോയിങ് ഓയിൽ വെച്ചിട്ട് ഫേസിൽ നല്ലൊരു മസാജ് കൊടുക്കലാണ്. ഞാൻ പറഞ്ഞല്ലോ ഇത് തെറാപ്പീൻ്റെ ഒരു വീഡിയോ കാണിക്കണം എന്നുള്ളത് കൊണ്ടിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഇതിനെ നെഗറ്റീവായിട്ട് എടുക്കുന്നവരുണ്ടാവും, പോസിറ്റീവായിട്ട് എടുക്കുന്നവരുണ്ടാവും. പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ. അതിനകത്ത് വന്നിട്ട് നെഗറ്റീവ് കമൻറ്റ് ഇടാൻ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് പറയാം, പ്രശ്നമില്ല. ഞാൻ പിന്നെ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ, ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഈ ഫേസ് മസാജ് ആയാലും ഇത് നമ്മുടെ ഫേസിലുണ്ടാവുന്ന ആ ഒരു ടൈമിലുണ്ടാവുന്ന പിഗ്മെൻറ്റേഷനും കാര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് മസാജാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫേസ് മസാജ് അല്ല, നമ്മുടെ ആ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്ത ആ ഒരു പ്രോഡക്റ്റ് ഫേസിലേക്ക് ആകാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കെന്ന് പറഞ്ഞാൽ ഫേസ് നല്ല, നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ ചിലപ്പോൾ അറിയാൻ പറ്റില്ല. കാര്യം വീഡിയോയ്ക്ക് ക്യാമറയിൽ വരുമ്പോഴത്തേന് അത്യാവശ്യം എഫക്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടാണ് വീഡിയോ വരുന്നത്. സോ നേരിട്ട് കാണുമ്പോൾ അറിയാൻ പറ്റും നല്ല രീതിയിൽ പിഗ്മെൻറ്റഡ് ആണ്. ആ ഒരു പിഗ്മെൻറ്റേഷൻ മാറാൻ വേണ്ടി മാം ആദ്യം ഡോക്ടറിനെ കാണാൻ വന്ന ടൈമിൽ തന്നെ പറയും ഫേസിനേക്കാളും കൂടുതൽ എനിക്ക് കഴുത്തിൻ്റെ ഭാഗത്ത്, ഈ വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും, കഴുത്തിൻ്റെ ഭാഗത്ത് നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടുണ്ട്. നമ്മൾ അയണിൻ്റെ ടാബ്ലറ്റ്സ് എടുക്കുന്നതിൻ്റെ ഹോർമോണിൻ്റെ ഒക്കെയാണ് ആ ഒരു പ്രശ്നം വരുന്നത്. പിന്നെ ഇവരുടെ ട്രീറ്റ്മെൻറ്റ് ഓൾ ഇന്ത്യ സർവീസ് അവൈലബിൾ ആണ്. പിന്നെ ഈ ഒരു 1 ഡേ പ്രീനേറ്റൽ കെയർ ഉണ്ടല്ലോ, അതായത് നമുക്ക് വീട്ടിൽ വന്നിട്ടുള്ള ഹോം സർവീസ്, അത് 1 ഡേ മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് 1 ഡേ എടുക്കേണ്ട കാര്യമുള്ളൂ. എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. പിന്നെ പ്രൊഡക്ട്സ് കാര്യങ്ങളൊക്കെ നമുക്ക് തരും. അത് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ സർവീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. പിന്നെ കോഴിക്കോട് ഭാഗമാണ് എന്നുണ്ടെങ്കിൽ അവരൊരു 5 കിലോമീറ്റേഴ്സ് വരെ ഇതുപോലെ വീട്ടിൽ പോയിട്ട് ചെയ്യാറുണ്ട്. ഞാനെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരമാണ് അവർ വന്നിട്ടുണ്ടായിരുന്നു. അതിന് ഞാൻ മാമിനോട് താങ്ക്സ് പറയുന്നു കേട്ടോ. ഭയങ്കര കംഫർട്ടാക്കിയിട്ട് ഞാൻ കുറേ ദിവസം ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക, മാം എനിക്ക് വന്ന് ചെയ്യണമെന്നുണ്ട്, പക്ഷേ എനിക്ക് പറ്റാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ടിട്ടാണെന്ന് പറഞ്ഞിട്ട്. എന്തായാലും എൻ്റെ ആഗ്രഹം പോലെ നടന്നു. ഫസ്റ്റ് ഡെലിവറിയുടെ ടൈമിൽ എനിക്കിത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ സെക്കൻഡ് ഡെലിവറിയുടെ ടൈമിൽ എന്തായാലും ചെയ്യാൻ പറ്റി. പിന്നെ ഇപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ത്രിബല ചൂർണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. ഇത് ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതും നമ്മുടെ ഫേസിലുണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻ, ഈ പിമ്പിൾസ് വന്നിട്ടുള്ള പാട് കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു പാക്കാണ്. മാം എന്നോട് പറഞ്ഞത് ഒരു 1 വീക്ക് ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് നോക്കി, എന്നിട്ട് റിസൾട്ട് പറയണമെന്നാണ് പറഞ്ഞത്.
ആക്ച്വലി ഇത് ആയുർവേദമാണ്. അത് പെട്ടെന്ന് നമുക്കൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ തരുമെന്നോ ഇൻസ്റ്റൻറ്റ് റിസൾട്ട് തരുമെന്നോ ഒന്നും ഞാൻ പറയില്ല. ഫേസ് പാക്കിൻ്റെ കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നത്. അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അതിനനുസരിച്ചുള്ള റിസൾട്ട് ഉണ്ടാവും. പിന്നെ വൺസ് അഗൈൻ ഞാൻ എടുത്ത് പറയുകയാണ്, വീഡിയോ കാണിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് നീ ഷോൾഡറൊക്കെ കാണിച്ചിട്ട് വീഡിയോ ചെയ്തില്ലേ എന്ന് പറഞ്ഞുകൊണ്ടിട്ട് കമൻസ് ഒന്നും ഇടാൻ നിൽക്കേണ്ട. ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്ത ടൈമിൽ ഇതിനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതിനൊക്കെ ഇങ്ങനെയൊക്കെ ട്രീറ്റ്മെൻറ്റുകളൊക്കെ ഉണ്ടോ എന്ന് പറഞ്ഞുകൊണ്ടൊരു കുട്ടി കമൻ്റ് അല്ല, ആ കുട്ടീൻ്റെ ഒരു ഡൗട്ടായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയും ട്രീറ്റ്മെൻറ്റുകൾ ഉണ്ട് എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ എടുത്ത് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മലയാളീസിന് അധികം പെട്ടെന്ന് ഒരു അക്സെപ്റ്റ് ചെയ്യാനും പാടാണ്, നമുക്ക് ദഹിക്കാൻ പാടാണ് എന്ന് വേണമെങ്കിൽ പച്ച മലയാളത്തിൽ പറയാം. അതുകൊണ്ടിട്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നു എന്നേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ അകത്തൊരു വൃത്തികേടായിട്ട് എനിക്ക് തോന്നുന്നവരുണ്ടാവാം. ഇത് എനിക്ക് കംഫർട്ട് സോണാണ്. സോ മാം എന്നോട് പറഞ്ഞത്, ദൈവം വീഡിയോ എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിനക്ക് ഓക്കെ ആണ്, നിനക്ക് കംഫർട്ടാണ് എങ്കിൽ മാത്രം എടുത്താൽ മതി. ഇത് സോ ഞാൻ എൻ്റെ റൂമിൽ എൻ്റെ സ്റ്റാൻഡ് വെച്ചിട്ടെടുത്തുള്ള വീഡിയോ ആണ് കേട്ടോ. അതനുസരിച്ചിട്ടുള്ള പോരായ്മകളൊക്കെ ഉണ്ടാവും. നേരെ ഒരാൾ എടുത്ത് തരാനുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് കാര്യങ്ങളെല്ലാം കാണിച്ചു തരാൻ പറ്റുമായിരുന്നു. ഇതിപ്പം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ ആ ഫേസ് പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം അതും വെച്ചിട്ട് തന്നെ നമുക്ക് നല്ലൊരു മസാജ് ചെയ്ത് തരും. അതും ഭയങ്കര ഇത് എന്താ പറയുക, നമ്മുടെ ആ ഫേസിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പരിഹാരമാണ് കേട്ടോ. ഈ പാക്കൊക്കെ എനിക്ക് തന്നിട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവരുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം തന്നെ അവരുടെ ഓൺ പ്രൊഡക്ട്സാണ് വരുന്നത്. ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ, ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയാം. ഇൻട്രോ ചെയ്ത കാര്യമൊക്കെ ഞാൻ മറന്നുപോയി കേട്ടോ. പിന്നെ ഈ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഴി കൊടുക്കലാണ് കേട്ടോ. എനിക്ക് ഫസ്റ്റ് ഡെലിവറി ടൈമിൽ എനിക്ക് കിഴി തന്നിട്ടുണ്ടായിരുന്നില്ല. എനിക്കിപ്പോഴാണ് ഈ കിഴി കിട്ടുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. പിന്നെ ലാസ്റ്റ് കംപ്ലീറ്റ് ആവാറാവുന്ന ടൈമിലാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. കാര്യം നേരെ നമുക്ക് വയറൊക്കെ ആയിട്ട് കിടക്കാൻ കുറച്ച് പാടാണ്. ഞാൻ ചരിഞ്ഞ് കിടക്കും. എൻ്റെ കംഫർട്ട് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കിടന്നിട്ടാണ് വീഡിയോ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് വീഡിയോ ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റാണ്ടിരുന്നത്. പിന്നെ ഈ ഒരു ഞവര എന്ന് പറഞ്ഞിട്ടുള്ളൊരു അരി ഉണ്ടല്ലോ, അതിൻ്റെ തന്നെ ഒരു ഫേസ് പാക്കാണ് ഫേസ് ലിപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് കുറച്ച് നേരമല്ല, ഞാൻ കുളിക്കുന്നവരെ അത് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്കിതൊക്കെ ചെയ്യുന്നതിന് ഓരോരോ ഓർഡർ ഉണ്ട്. പക്ഷെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നുണ്ട്, സത്യം പറഞ്ഞാൽ എന്നെ കൊണ്ടിട്ട് അവർക്ക് ശല്യമായിരുന്നു എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. ഞാൻ ചേച്ചിയോട് ചോദിക്കുന്നുണ്ട്, ചേച്ചി കംഫർട്ടാണോ? കാര്യം ചിലർക്ക് കംഫർട്ട് ആയിരിക്കില്ല. നമ്മൾ വീഡിയോ എടുക്കുന്ന ടൈമിൽ കംഫർട്ട് ആയിരിക്കില്ല. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കമൻറ്റ് വരാറുണ്ട്, വീട്ടിലുള്ളവരെയൊക്കെ കാണിക്കാത്ത എന്താണെന്ന്. വീട്ടിലെല്ലാവരും എപ്പോഴും പറയും, അയ്യോ എന്നെ കാണിക്കില്ല. പിന്നെ ഞാൻ അവരൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഓരോരോ വീഡിയോ എടുക്കുന്നത്. അതാണ് കേട്ടോ, ഞാൻ ഓരോരുത്തരുടെ കംഫർട്ട് അനുസരിച്ചിട്ടായിരിക്കും വീഡിയോയിൽ ആരെയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഞാൻ ചേച്ചി വന്നപ്പോൾ തന്നെ ഞാൻ ചേച്ചിനോട് ആദ്യം ചോദിച്ചായിരുന്നു, ചേച്ചി ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, ചേച്ചിക്ക് പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. ചേച്ചി പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം ഓക്കെ, അങ്ങനെയാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. ചേച്ചി ഞാൻ പറഞ്ഞ കണക്ക് ഭയങ്കര അഞ്ജന എന്നാണ് ചേച്ചീൻ്റെ പേര്. എനിക്കൊരു ചേച്ചി ഫീൽ തന്നെയാണ് കേട്ടോ തോന്നിയത്. എനിക്കിവിടെ എൻ്റെ ചേട്ടത്തിൻ്റെ അടുത്തൊക്കെ സംസാരിക്കുന്ന കണക്ക് തന്നെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. അവർക്ക് ഒരുപാട് ഇത് കണക്ക് പേഷ്യൻസിനെയൊക്കെ ട്രീറ്റ് ചെയ്തുകൊണ്ടിട്ട് അവർക്ക് അറിയാമല്ലോ എങ്ങനെയായിരിക്കും രീതികളെന്നൊക്കെ. പിന്നെ ഈ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന പ്രസവരക്ഷേൻ്റെ തന്നെ മരുന്നാണ്. ചിലയിടത്ത് നാൽപ്പാമരാതി തൈലം തന്നെയാണ് പ്രസവരക്ഷ മരുന്ന് എന്ന രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാറുള്ളത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ തന്നെ ഓൺ പ്രൊഡക്റ്റായിട്ട് വരുന്നിട്ടുള്ള പ്രസവരക്ഷ ഓയിലാണ്. നമ്മൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം റൂം ഫുള്ളി ഒരു മണമായിരുന്നു. എൻ്റെ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞ ടൈമിൽ വീട്ടിൽ തന്നെയായിരുന്നു പ്രസവരക്ഷ ആദ്യത്തെ 7 ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഒരു ആൻറ്റീനെ നിർത്തിയാണ് ചെയ്തത്. അന്നേരം റൂമിൽ ഈ മണവും കാര്യങ്ങളൊന്നും ഇല്ലാത്തപ്പം വലിയ മിച്ചൊക്കെ തുടങ്ങി. പണ്ടൊക്കെ പെൺപിള്ളേരുടെ പ്രസവരക്ഷ കഴിയുമ്പോഴത്തേനും റൂമിനകത്തൊക്കെ എന്തൊരു മണമാണ്, ഇതിനകത്ത് എന്തോ ഒന്നും ഇല്ലാത്ത ഇവരെല്ലാം കഴുകിക്കളയാണോ എന്ന് വെച്ചാൽ എനിക്ക് വാഷ്റൂമിൽ ഇരുത്തി തന്നെയായിരുന്നു അവർ ബോഡിയിൽ ഇട്ട് തരുന്നതും കുളിപ്പിക്കുന്നതും ഒക്കെ. അപ്പോൾ റൂമിൽ ആ ഒരു മണവും തൈലത്തിൻ്റെയും ആ ഒരു മണവും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. അതിന് ശേഷമാണ് ഞാൻ പിന്നെ ഡെലിവറി കെയർ എടുക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞിൻ്റെ 28 കഴിഞ്ഞതിന് ശേഷമാണ് ഡെലിവറി കെയർ എടുക്കാൻ വേണ്ടിയിട്ട് പോയത്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഇതാണെങ്കിൽ ഈ സ്മെല്ല് കാര്യങ്ങൾ അപ്പോഴും ഞാൻ അറിയുന്നു ഇങ്ങനെ ആയിരുന്നല്ലോ എന്ന്. എൻ്റെ ചേട്ടത്തിയുടെ ഡെലിവറി കഴിഞ്ഞപ്പോൾ ചേച്ചിയുടെ വീട്ടിലായിരുന്നു. അതുകൊണ്ടിട്ട് അത് അറിയാൻ വയ്യായിരുന്നു. വീട്ടിലങ്ങനെ എല്ലാവരും ഡെലിവറി കഴിഞ്ഞിട്ട് ആ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും അറിയില്ലായിരുന്നല്ലോ. പക്ഷേ ഇപ്രാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രീനേറ്റിൽ കഴിഞ്ഞപ്പോൾ തന്നെ റൂം ഫുള്ള് ആ ഒരു മണമായിരുന്നു.
നമുക്ക് ഒരു പ്രഗ്നൻറ്റ് ലേഡി വീട്ടിലുണ്ട്, അല്ലെങ്കിൽ ഒരു ഡെലിവറി കഴിഞ്ഞ ലേഡി വീട്ടിലുണ്ട് എന്ന രീതിയിലുള്ളൊരു സ്മെല്ലായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ബോഡിയിൽ ഫുള്ളായിട്ടാണ് ഈ ഒരു ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഈ നമ്മുടെ കാലിന് മസാജ് കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം കാലിൻ്റെ വെള്ളയ്ക്ക് തരും കേട്ടോ. ഇത് ഭയങ്കര റിലാക്സേഷൻ തരുന്നതാണ് ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വീഡിയോയിലെല്ലാം പറയാറുണ്ട് കാലിന് ഭയങ്കര കാലുകഴപ്പും കാലുകടച്ചിലും ഒക്കെയാണെന്ന്. സോ അത് മാറാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇതാണ് കേട്ടോ. ഞാൻ ഈ ട്രീറ്റ്മെൻറ്റ് എനിക്കിത് 31st അതായത് മാർച്ച് അവസാനമായിരുന്നു എൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിങ്ങനെ ഡ്രാഫ്റ്റിൽ കിടക്കുമായിരുന്നു, എഡിറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും പിന്നെ ഓരോരോ അമ്പലത്തിൽ ഉത്സവവും കാര്യങ്ങളും ഒക്കെ വന്നുകൊണ്ടിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് അതിന് സമയം കിട്ടിയത്. രാത്രി ഇപ്പം സത്യം പറഞ്ഞാൽ പണി 10:30 ഞാൻ 11 മണിയാകുമ്പോഴത്തേന് വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മസാജ് കൊടുത്ത് ചെയ്യുന്നത് വെച്ചാൽ ഇന്നിപ്പോൾ എത്രയാണ് ഡേറ്റ്, ഇന്ന് 6-ാം തീയതിയാണ്. ഇതിനിടയ്ക്കൊക്കെ ഞാൻ ആലോചിക്കും ഇത് കണക്ക് ഒരു വട്ടം കൊണ്ട് പ്രീനേറ്റൽ എടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കുമല്ലോ എന്ന്. കാര്യം അത്രമാത്രം നമുക്ക് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് കേട്ടോ. നിങ്ങൾ ഇതുവരെ ഇങ്ങനൊരു ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അറിവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട, പ്രഗ്നൻ്റ് ആയവർക്ക്. കാര്യം ഭയങ്കര ഞാനൊരു എന്താ പറയുക, ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ പറയുന്ന കാര്യമൊന്നുമല്ല, എൻ്റെ അനുഭവം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് നമ്മുടെ സഹ്യ ആയുർവേദയുടെ ട്രീറ്റ്മെൻറ്റാണ്. അവർക്ക് ഞാൻ പറഞ്ഞ കണക്ക് ഓൾ ഇന്ത്യ സർവീസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ സർവീസും അവൈലബിൾ ആണ്. അവരുടെ ഹോസ്പിറ്റൽസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേവയാണ്, പിന്നെ ഞാൻ സ്ഥലമൊന്നും നോക്കട്ടെ, കോഴിക്കോട് ചേവയൂരും അതുപോലെ തന്നെ കൊയിലാണ്ടിയിലുമാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് മാമിനെ കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ വന്നിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോഴാണ് മാം പറഞ്ഞത് കൊല്ലത്തല്ലേ, അപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു 7 days കഴിയുമ്പോൾ തൊട്ടിട്ട് നമുക്ക് പ്രഗ്നൻസി ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റും. അപ്പം ഡെലിവറി കഴിഞ്ഞിട്ട് ഈ 7 ദിവസം കഴിയുന്ന ഉടനെ ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വരുന്ന കാര്യം കുറച്ച് പാടായിരിക്കില്ലേ എന്ന് മാം ഇങ്ങോട്ട് ചോദിക്കായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ ശരിയാണ്. അപ്പം അങ്ങനെയാണ് ഞാൻ ഹോം സർവീസിന് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഒരാളല്ല, അതായത് രണ്ടാമത്തെ ബേബി എൻ്റെ ആദ്യത്തെ മോന് 1 വയസ്സായപ്പോഴാണ് ഞാൻ പ്രഗ്നൻ്റ് ആവുന്നത്. അപ്പോൾ രണ്ടാമത്തെ ബേബി വരുമ്പം മോന് 2 വയസ്സ് തികയില്ല. അപ്പം ആളെയും കൊണ്ടിട്ട് വേണം ഞാൻ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 ബേബീസിനെയും കൂടെ കുഞ്ഞുങ്ങളായതുകൊണ്ടിട്ട് 2 പേരെയും കൂടെ കൊണ്ടുപോയി അവിടെ നിന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പാടായിരിക്കും. അതുകൊണ്ടിട്ട് അവർ ഹോം സർവീസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്, അതുകൊണ്ടിട്ട് മാത്രമല്ല അവർക്ക് ഹോം സർവീസ് അവൈലബിൾ ആണ്. ഞാൻ പറഞ്ഞ കണക്ക് ഓൾ ഇന്ത്യ ഹോം സർവീസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പേജ് കൊടുത്തേക്കാം. ഒരുവിധം എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മുടെ സഹ്യ ആയുർവേദയുടെ കാര്യം. ഞാൻ ഫസ്റ്റ് ടൈം നമ്മുടെ സഹ്യയുടെ കാര്യങ്ങളൊക്കെ കേൾക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്നേഹ വിജേഷ് എന്ന് പറഞ്ഞിട്ടൊരു ടിക്ടോക്കർ ഉണ്ടായിരുന്നു. ആ കുട്ടീൻ്റെ പ്രസവരക്ഷയുടെ ട്രീറ്റ്മെൻറ്റ് ഇവിടെയായിരുന്നു. അങ്ങനെയാണ് ഞാൻ പ്രസവരക്ഷ എന്ന് പറഞ്ഞിട്ട് ട്രീറ്റ്മെൻറ്റ് ഉണ്ട് എന്ന് ഞാൻ അറിയുന്നത്. ആ കുട്ടി വീഡിയോ ഇട്ടത് കൊണ്ടിട്ടാണ് ഞാൻ അറിഞ്ഞത് ഇതുപോലൊരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട് എന്നുള്ള കാര്യം. അതുപോലെ ഞാൻ വീഡിയോ ഇടുമ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ലാസ്റ്റ് ഒരു പെഡിക്യൂർ സെക്ഷൻ പോലെയാണ് ഇത്. ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് ഭയങ്കര നമുക്ക് മൈൻഡ് ഭയങ്കര ഫ്രഷ് ആക്കാൻ വേണ്ടിയിട്ട്, നമുക്കൊരു ഫ്രഷ് ഫീൽ തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് കേട്ടോ ഇത്. ഇതിന് ശേഷമാണ് നമുക്ക് നസ്യം കൊടുക്കലും അതുപോലെ തന്നെ നമ്മുടെ മുടി പുകയ്ക്കലും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ കണക്ക് ആ കുട്ടിയുടെ വീഡിയോ കാണുമ്പോഴാണ് ഞാൻ അറിയുന്നത്. അതിനുശേഷം പിന്നെ വെച്ച് കഴിഞ്ഞാൽ സഹ്യയുടെ മെയിനായിട്ട് ഞാൻ കോൺടാക്ട് ചെയ്യാനുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ സൂര്യ ചേച്ചിയുടെ ഡെലിവറിയുടെ ടൈമിൽ ചേച്ചിയുടെ ഡെലിവറി കെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് സഹ്യ ആയുർവേദയിലായിരുന്നു. അപ്പം നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, അവർ അത്യാവശ്യം ഫെയിം ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാം കപ്പിൾസാണ്. അപ്പം ആ ചേട്ടനാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സൂര്യയുടെ ഡെലിവറി കെയർ അവിടെയായിരുന്നു, ഓക്കെയാണ് നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവരോട് ചോദിച്ചതിന് ശേഷമാണ് ബുക്ക് ചെയ്യലുണ്ടായിരുന്നത്. അങ്ങനെ എന്തായാലും നല്ല ഒരു ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. ആ ഒരു ദിവസം ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഭയങ്കര നമുക്കൊരു എനിക്കറിയില്ല എങ്ങനെ പറഞ്ഞു തരണം. നമുക്ക് ഈ മാരേജിന് മുന്നായിട്ട് നമ്മൾ ഹൽദി ഫംഗ്ഷൻ നടത്തുമല്ലോ, എനിക്ക് ആ ഒരു ഫീലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമ്മളിങ്ങനെ ഒരു പാമ്പർ ചെയ്ത് നിർത്തുക എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെയൊക്കെ നിർത്തുക എന്ന് പറയുമ്പോൾ ഭയങ്കര നല്ലൊരു ഫീലായിരുന്നു. എനിക്കൊരുപാട് ഇഷ്ടമായൊരു ട്രീറ്റ്മെൻറ്റ് തന്നെയായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിൽ കരി ആയാലും ലിപ് ബാം ആയാലും എല്ലാം അവരുടെ ഓൺ പ്രൊഡക്ട്സ് ആണ് കേട്ടോ. ഇത് ലിപ് ബാം ആണ്. ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റോസ് പെറ്റൽസിൻ്റെ ലിപ് ബാം ആണ്. ബട്ട് എനിക്ക് ഫീൽ ചെയ്തത് നമ്മുടെ ബബിൾഗത്തിൻ്റെ ഒക്കെ സ്മെല്ലാണ്. അപ്പോൾ ഞാൻ ഡോക്ടറോട് പറയാമായിരുന്നു, മാം ഇതെനിക്ക് ബബിൾഗം പോലെ ഫീൽ ചെയ്യുന്നു. പിന്നെ ഇതെനിക്ക് കുറച്ച് പേടിയുള്ളൊരു കാര്യമായിരുന്നു കേട്ടോ, നസ്യം ചെയ്യൽ. മൂക്കിൽ കൂടെ എടുത്തിട്ട് വായിക്കൂടെ വേണം. അപ്പം
ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഉള്ള ആ ഒരു എങ്ങനെയായിരിക്കും എന്ന് അറിയാത്തതുകൊണ്ടിട്ടുള്ള ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിക്കുകയും ചെയ്തു, ചേച്ചി ഇത് വേണോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലവേദന കാര്യങ്ങളല്ല, കഫക്കെട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഈ നഴ്സിംഗ് ചെയ്യുന്നത്. ഡെലിവറി കഴിഞ്ഞിട്ടായാലും ചെയ്ത് കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ആണ് കേട്ടോ. പിന്നെ മുടി പുകയ്ക്കലാണ് ലാസ്റ്റ്. ഇത് നമ്മുടെ കുന്തിരിക്കവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മുടി പുകച്ച് ഇത് ഭയങ്കര നമ്മളെ ട്രഡീഷണലായിട്ട് പണ്ടത്തെ ആ ഒരു വൈബിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഒരു പ്രഗ്നൻറ്റ് ലേഡിക്ക് ഒരു A to Z കാര്യം എന്തൊക്കെയാണോ വേണ്ടുന്നത് അതെല്ലാം ഇവിടെ നിന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് ഇത് ഞാൻ ജസ്റ്റ് അവർ ധൂമം ചെയ്യുമല്ലോ, ധൂമം ചെയ്യുന്ന ടൈമിൽ എനിക്കൊരു വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ സെറ്റ് കൊടുത്തതാണ് കേട്ടോ. നല്ല ട്രീറ്റ്മെൻ്റ് ആയിരുന്നു, എനിക്കിഷ്ടമായി, ഭയങ്കര കംഫർട്ടായിരുന്നു. ഡോക്ടറായാലും വന്നപ്പോൾ തന്നെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചു. എന്നെ കണ്ട് വഴിയിൽ വെച്ച് കാണുമ്പോൾ തന്നെ എന്നോട് ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ അല്ലേ, വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് സംസാരിച്ച് തുടങ്ങുന്നത്. ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് ഞാൻ ഡോക്ടറെ അടുത്ത് സംസാരിക്കുന്നത് എൻ്റെ ഒരു 4th മന്തിലായിരുന്നു. ഞാൻ നമ്മുടെ വീട്ടിൽ പിടിച്ച് വാങ്ങിയ വെള്ളംകൊള്ളി ആ ടൈമിലായിരുന്നു സംസാരിക്കുന്നത്. പിന്നെ ഫോണിൽ കൂടെ സംസാരിച്ചിട്ടുണ്ട്, ഇപ്പോഴാണ് നേരിട്ട് കാണുന്നത്. മാമിൻ്റെ ഹസ്ബൻഡും പിന്നെ ഒരു തെറാപ്പിസ്റ്റ് കൂടാണ് വന്നത്. എനിക്ക് തെറാപ്പി ചെയ്തിട്ടുണ്ടാകുന്ന അഞ്ജന എന്ന് പറഞ്ഞൊരു ചേച്ചിയായിരുന്നു കേട്ടോ. നല്ല ചേച്ചിയായിരുന്നു, നല്ല സ്നേഹമുള്ളൊരു ചേച്ചിയായിരുന്നു. കാര്യം നമ്മൾ ഇതിപ്പം പ്രീനേറ്റിൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അവർ കൊയിലാണ്ടിയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. പ്രീനേറ്റിൽ ചെയ്യുന്നത് നോർമലി അവരുടെ ഹോസ്പിറ്റലിൽ ചെന്നിട്ടാണ്, ഒരു ദിവസത്തെ ട്രീറ്റ്മെൻറ്റേ പ്രീനേറ്റിൽ വരുള്ളൂ, ചെന്നിട്ടാണ് ചെയ്യേണ്ടത്. പിന്നെ എനിക്ക് വരാൻ പറ്റില്ല എന്നൊരു കണ്ടീഷൻ ആകാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ചു വരുത്തിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പോൾ പ്രീനേറ്റിലായാലും പോസ്റ്റ്നേറ്റിലായാലും, അതായത് പ്രഗ്നൻസിയുടെ ടൈമിലായാലും പ്രഗ്നൻസിക്ക് ശേഷമുള്ള ഡെലിവറി കെയർ ചെയ്യണമെന്നുണ്ടെങ്കിലും അവരെ കോൺടാക്ട് ചെയ്ത് അതിനിടയ്ക്ക് എൻ്റെ ഫോൺ മെമ്മറി ഫുള്ളായി. അപ്പോൾ ഞാനെന്ത് പറഞ്ഞുകൊണ്ടിരുന്നു, അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡെലിവറി കെയർ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവരെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം അവർക്ക് ഓൾ ഇന്ത്യ ഹോം സർവീസ് അവൈലബിൾ ആണ്. ഇപ്പം നിങ്ങൾ ചെന്ന് ചെയ്യണമെന്നൊന്നുമില്ല, അവർ വീട്ടിൽ വന്നിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് നടക്കും. നല്ല ട്രീറ്റ്മെൻറ്റ് ആണ് കേട്ടോ. നമുക്കിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ, ഞാൻ എൻ്റെ ഫസ്റ്റ് ഡെലിവറിയുടെ ടൈമിൽ ഹോസ്പിറ്റലിൽ പോയി ചെയ്തുകൊണ്ടിട്ട് എനിക്കറിയാം ആ ഹോസ്പിറ്റലിൽ എന്ത് ട്രീറ്റ്മെൻറ്റാണോ എങ്ങനെയാണോ ചെയ്തിട്ടുണ്ടായത് അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് തരുന്നത്. നല്ല കംഫർട്ടായിരുന്നു, നല്ല ട്രീറ്റ്മെൻ്റ് ആയിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. സോ ഇനി ഡെലിവറി കഴിഞ്ഞിട്ട് ഇനി നമുക്ക് വീണ്ടും വരെ മീറ്റ് ചെയ്യണം. ജാനിക്കും കാണാം. ഡെലിവറി കഴിഞ്ഞിട്ട് ഇനിയും അടുത്ത ട്രീറ്റ്മെൻറ്റ്, ഡെലിവറി കഴിഞ്ഞിട്ടാണ് നമ്മുടെ മെയിൻ ട്രീറ്റ്മെൻറ്റ് ഉള്ളത്. ഇത് ജസ്റ്റ് സാമ്പിൾ. ജാനി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് സാമ്പിളായിരുന്നു. എന്തായാലും എനിക്ക് ഓക്കെയാണ്, കംഫർട്ടാണ്. കൺഫ്യൂഷനിൽ നിൽക്കായിരുന്നു, കാര്യം ഇതിനിടയ്ക്ക് തന്നെ 2-3 പേജുകൾ എന്നെ ഇങ്ങോട്ട്, ഞാൻ ഇത് അവരെ കോൺടാക്ട് ചെയ്തതും അത് കൂടാണ്ട് വേറെ 2-3 പേജുകൾ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ട്രീറ്റ്മെൻറ്റിന് താല്പര്യമുണ്ടോയെന്ന് പറഞ്ഞുകൊണ്ടിട്ട്. നമ്മൾ വീടിനടുത്തുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ട്രിവാൻഡ്രത്തൊക്കെ ഉണ്ട്, ഫസ്റ്റ് ഡെലിവറി ടൈമിൽ ചെയ്തതുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പോയി ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇവർ വരുമ്പോൾ ഉള്ളത് അവരുടെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ അങ്ങനെയൊന്നുമില്ല, അവർക്ക് ബുദ്ധിമുട്ടേ ഇല്ല. കാര്യം ഓൾ ഇന്ത്യ ഇതുപോലെ ട്രാവൽ ചെയ്ത് പോയി ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുക്കുന്നതാണല്ലോ. സോ അതുകൊണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല, ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. സോ എന്തായാലും ഇതുമായിട്ട് തന്നെ മുമ്പോട്ട് പോകാൻ കഴിയും. ഇന്നലെയും ഞങ്ങളിങ്ങനെ സംസാരിക്കുമായിരുന്നു, ഇത് വേണം അത് വേണം ഇത് വേണം എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കായിരുന്നു. കൺഫ്യൂഷനെല്ലാം മാറി കേട്ടോ, കംഫർട്ടായിട്ടുണ്ട് അതുകൊണ്ടിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ, ടേക്ക് കെയർ.